പുനലൂർ ശ്രീ ത്യാഗരാജ സ്കൂൾ ഓഫ് മ്യൂസിക്, ഡാൻസ് ആൻഡ് ഡ്രോയിങ്ങിൻ്റെ 123-ാം വാർഷികത്തിൻ്റെ ഭാഗമായി രണ്ടാം ഘട്ട ചിത്രരചന പെൻസിൽ ഡ്രോയിങ് മത്സരം സംഘടിപ്പിച്ചു. ചൈത്രം 2024 എന്ന മത്സരം ചിത്രകലാധ്യാപകൻ പുനലൂർ വേണുവിൻ്റെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത്. വിനോദയാത്രയായിരുന്നു മത്സരാർത്ഥികൾക്ക് ചിത്രരചനയ്ക്കായി നൽകിയ വിഷയം. ടോപ്പിക് ഒന്ന് എഴുതിയേക്കണം, എഴുതുന്ന പെൻസിലുണ്ട് കേട്ടോ. ഓരോട്ടം എഴുതിയത് വിനോദ. പതിമൂന്ന് വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് മത്സരം സംഘടിപ്പിച്ചത്. പുനലൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് അദ്വൈത മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. പുനലൂർ ഹൈസ്കൂൾ ഫോർ ഗേൾസിലെ എ ഐശ്വര്യ 2ാം സ്ഥാനവും ഇതേ സ്കൂളിലെ നേഹ എസ് പിള്ള 3ാം സ്ഥാനവും നേടി. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത സമ്മാനദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുനലൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ സാംസ്കാരിക പൈതൃകമുള്ള ഒരു നാടാണ് പുനലൂർ. ആ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മാറ്റി നിർത്തി ചിന്തിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമല്ല ഇന്നിവിടെ നമ്മൾ കാണുന്ന ഈ സ്ഥാപനം. 125 വർഷത്തെ പഴക്കമുണ്ട് ഇതിൻ്റെ പ്രവർത്തന പാരമ്പര്യത്തിന് എന്ന് പറയുമ്പോൾ നമുക്ക് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 100, 125, 150 വർഷങ്ങളും നിലനിന്ന് പോകുന്നവയാണ്. കാരണം അവിടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ നടത്തപ്പെടുകയും പുതിയ പുതിയ തലമുറയിലേക്ക് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ അധ്യാപകരും കടന്നു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം. പക്ഷേ അതിൽ നിന്നെല്ലാം തുലവും വ്യത്യസ്തമാണ് ഇത്തരമൊരു സ്ഥാപനം എന്നത്. ഇത് 123 വർഷക്കാലം നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴും അതിൻ്റെ പ്രഭ ഒട്ടും മങ്ങാതെ കാത്തു സൂക്ഷിക്കുവാൻ ഇതിൻ്റെ പ്രവർത്തകർക്ക്, അല്ലെങ്കിൽ തലമുറകളായി മാറി വരുന്ന ജയരാജ സാറിനെ പോലെയുള്ള അവർ വരെ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നടക്കുന്നു എന്ന് പറയുന്നത് വളരെ അഭിമാനകരമായ, വളരെ സ്തുത്യർഹമായ ഒരു സേവനമാണ് നമുക്ക്. തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ള സ്ഥാപനങ്ങളെ തട്ടിച്ചു നോക്കുമ്പോൾ ഇവിടെ ഒരു സേവനം തന്നെയാണ് നടത്തുന്നത്. നമ്മുടെ കലാകാരന്മാരെ, വിവിധ മേഖലയിലുള്ള കലാകാരന്മാരെ വാർത്തെടുക്കുന്നത്, പുതിയ തലമുറയിലേക്ക് ഈ ഹൃദയത്തിൻ്റെ സന്ദേശം എത്തിക്കുന്ന കാര്യത്തിലെല്ലാം വലിയ പങ്കാണ് ഈ സ്ഥാപനം വഹിക്കുന്നത്. തീർച്ചയായും വലിയ യശസ്സിലേക്ക് ഈ സ്ഥാപനം ഉയരപ്പെടട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. നമുക്ക് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഈ മേളയിൽ പങ്കെടുത്തിരിക്കുന്നത്, ഈ ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്നത്. അപ്പോൾ ചിത്രരചനയുടെ ഒരു പാഠവം കാത്തു സൂക്ഷിക്കുന്നതിന് നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ സിനിമ സീരിയൽ താരം ടോം ജേക്കബ് വിതരണം ചെയ്തു. 5 വയസ്സ് 4 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഈ പൂരംകുടി ഭാഗത്തായിരുന്നു എൻ്റെ പേപ്പർ മീറ്റ്. അതുകൊണ്ട് സ്റ്റെപ്പ് താഴോട്ടുണ്ട്, വയലിലേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പ്. അവിടെയൊക്കെ ഞങ്ങൾ കളിക്കാനിരിക്കും. അപ്പോൾ എൻ്റെ മൂത്ത ചേച്ചി ഇപ്പോൾ ഒരു 70 വയസ്സ് മേളിലായി. ആ ചേച്ചി മുക്കാ പാവാടയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങളൊക്കെ അവിടെ നിന്ന് കളിക്കും. അന്ന് കേട്ട ഒരു ശബ്ദമാണ് ത്യാഗരാജൻ സാറിന് അവിടെ പാട്ട് പിടിക്കാൻ പോവുക. എൻ്റെ ചേച്ചി അന്നത്തെ കാലത്ത് ഒന്ന് ആലോചിക്കണം, 57 അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിൻ്റെ
കയ്യിൽ നിന്നും പതക്കം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അന്നത്തെ ആരവം എന്തായിരിക്കാം. ഇന്നത്തെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. അത്ര പ്രശസ്തനാണ്. അതായത് 123 വർഷം, 1901 എന്നൊക്കെ നമ്മൾ അതിൻ്റെ കലണ്ടർ പോലും ഇപ്പം കിട്ടാനില്ല. അപ്പോൾ ഇത്രയും വർഷങ്ങൾ പിന്നിട്ട ഒരു പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി, അതും നടൻ ടോം ജേക്കബിനെയും ചിത്രകലാധ്യാപകൻ വേണുവിനെയും ചടങ്ങിൽ ആദരിച്ചു. നമ്മുടെ ഈ സ്ഥാപനത്തിൽ സാർ അങ്ങോട്ടും സാറിൻ്റെ അടുത്തോട്ട് ഒന്ന് കറക്റ്റ് ചെയ്തു. ഓക്കെ 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 ഓക്കെ. എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും. ഐശ്വര്യ രാജീവൻ, ടോക്കസ് പബ്ലിക് സ്കൂൾ. സ്വരൂപ്, ബോയ്സ് HSS. ഇനി മൂന്നാം സമ്മാനം നേഹ എസ് പിള്ളെ, ഗേൾസ് സ്കൂൾ. ഗേൾസ് ഹൈസ്കൂൾ പുനലൂർ. നേരെ പോകാം. രണ്ടാം സമ്മാനം എ ഐശ്വര്യ, ഗേൾസ് ഹൈസ്കൂൾ പുനലൂർ. ഫസ്റ്റ് പ്രൈസ് അദ്വൈത്, ഗവൺമെന്റ് HSS പുനലൂർ. ഒരു കയ്യിൽ ഇന്ത്യൻ പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. അതിന് മുമ്പായിട്ട് ജയരാജ് സാർ 2 കാര്യങ്ങൾ സംസാരിക്കുന്നു. ശ്രീ ത്യാഗരാജ സ്കൂൾ പ്രസിഡന്റ് എബ്രഹാം മാത്യു അധ്യക്ഷനായിരുന്നു. ചലച്ചിത്ര സംഗീത സംവിധായകനും സ്കൂൾ മാനേജിംഗ് ഡയറക്ടറുമായ TS ജയരാജ് സ്വാഗതം പറഞ്ഞു. സ്കൂൾ പ്രതിനിധി ആൻസി ഹുസൈൻ നന്ദി പറഞ്ഞു. മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും മെഡലുകളും വിതരണം ചെയ്തു. സമ്മാനാർഹമായ ചിത്രങ്ങൾ ശ്രീ ത്യാഗരാജ സ്കൂളിൻ്റെ വർണ്ണോത്സവ അവാർഡ് നൈറ്റിൽ പ്രദർശിപ്പിക്കും. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി 1ാം ഘട്ട ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചിരുന്നു. ത്യാഗരാജ സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ 123ാം പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള 3ാം ഘട്ട ചലച്ചിത്ര ഗാനാലാപന മത്സരം ഉടൻ നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.